ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു അടിപൊളി മീൻകറി ആയിട്ട് വന്നേക്കുക. വെറും മീൻകറിയല്ല, ഇതൊരു അയല മീൻകറിയാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയൊക്കെയാണ് വെക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. ഇതാണ് നമ്മുടെ അയല. അയല അറിയാലോ, നമ്മുടെ ദേശീയ മത്സ്യമാണ് അയല. പല സ്ഥലങ്ങളിൽ അയല അയക്കൂറ എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഈ അയല എന്ത് ചെയ്തു, ഞാൻ കുറച്ച് മീനെ കിട്ടിയുള്ളൂ. കിട്ടിയ മീനെ വാങ്ങി വെട്ടി കഴുകി വൃത്തിയാക്കി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിനകത്ത് പ്രധാനമായിട്ട് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി വേണം. ഞാൻ ഇവിടെ ഒരു 4 ടീസ്പൂണാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 സ്പൂൺ അത്രയും മതിയാവും. പിന്നെ മഞ്ഞൾപ്പൊടി, അത് നമുക്കൊരു 1/2 സ്പൂണാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പം പിന്നെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, മറ്റും നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയുള്ളി എടുക്കേണ്ടത്. ഞാനിവിടെ എളുപ്പത്തിന് സബോള കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സബോള ഒരു 1/2 സബോള ഉണ്ട്, അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഒരു 3 ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞല്ല, നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, പിന്നെ നമ്മൾ 2 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളി. അതുപോലെ നമുക്കിവിടെ മീൻ കറി വെക്കുന്ന പുളിയുണ്ടല്ലോ, അത് ഞാൻ 4 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുതിർത്തൊക്കെയാണ് ചിലർ വെക്കുന്നത്. ഞാനിവിടെ എളുപ്പത്തിന് ഡയറക്റ്റ് തന്നെ കഴുകിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഒരു ഉടായ്പ മീൻകറി അല്ല, എന്നാലും ഭയങ്കര എളുപ്പം വെക്കാവുന്നതും എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള മീൻകറിയാണ്. അപ്പം എല്ലാവരും വറുത്തരച്ച് വെക്കാറുണ്ട്, തേങ്ങ അരച്ച് വെക്കാറുണ്ട്. അപ്പം നമുക്കിത് നോക്കാം എങ്ങനെയാണെന്ന്. ഇനി നമുക്ക് മീൻകറി വെക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വേണം, എന്ത്? മൺചട്ടി ഇല്ലാത്ത ഒരിക്കലും മീൻകറി നമുക്ക് സങ്കല്പിക്കാനേ പറ്റത്തില്ല. മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്താണ്, നല്ലൊരു മൺചട്ടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനെന്താ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിക്കുകയാണ്. ഇപ്പോൾ കണ്ടു, വെളിച്ചെണ്ണ ഇവിടെ വെയിലൊക്കെ അടിച്ച് നന്നായിട്ട് ഉരുകിയിരിക്കുക. അതാണ് ഇങ്ങനെ സ്മൂത്തായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം കടുകൊക്കെ ഓൾറെഡി ഇട്ടു. പക്ഷേ അത് വീഡിയോയ്ക്കകത്ത് എടുക്കാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. പിന്നെ ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഞാനൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറഞ്ഞിട്ടില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇതൊക്കെ തന്നെ. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറയാത്തത്. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷമാണ് ഉലുവ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, കടുക് ഒന്നിച്ചിട്ടാലും ഒരു കുഴപ്പമില്ല. കടുക് ഉലുവയും കൂടെ നമുക്ക് ഒന്നിച്ചിട്ട് എന്ത് ചെയ്യാം, പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ ഇതാ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് പൊട്ടി, എല്ലാം പൊട്ടണം. പൊട്ടി വരുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫ്ലേവറൊക്കെ വ്യത്യാസം ഉണ്ടാകും. കഴിക്കുമ്പോഴൊക്കെ നമുക്ക് കടിക്കും. അപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പം പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യേണ്ടത്, ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, നമ്മുടെ സബോള, വെളുത്തുള്ളി, അവയെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിനി ഇത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കടുക് പൊട്ടി, ഞാനിതാ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആകെ പൊട്ടിയാണ്, ഓണം പൊട്ടിയിട്ടില്ല, ഞാനുണ്ട്. അപ്പോൾ ഞാനിവിടെ സബോള ജസ്റ്റ് മതി കൊടുത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കി കൊടുക്കും. നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്തൊക്കെയാണ്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ കുടമ്പുളി കഴുകി ഇട്ടിട്ട് വെച്ചത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ആഡ് ചെയ്തതിന് ശേഷം എന്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി, ഒരുപാടങ്ങ് മൂക്കണ്ട, അതൊന്ന് സോഫ്റ്റ് ആകുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പൊടികളുടെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ സവോളയിലേക്കൊക്കെ ആ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതൊക്കെ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ, ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കും. നമ്മുടെ ഈ സബോളയിലേക്കൊക്കെ എന്താണ്, ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ടാവണം, എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ ഫ്ലേവർ ആകത്തുള്ളൂ. ഇതുകൊണ്ടോ ഈ പരുവം വരെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാലകൾ ഇടാറാകും. ഈ ഒരു പരുവം വരെ മൂത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇനി നമുക്ക് വേണ്ട നമ്മുടെ മസാലകളൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും ബാക്കി മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. സാധാരണ ഫിഷ് മസാല ഒക്കെ ഇടാറുണ്ട്, നമ്മളങ്ങനെ ഫിഷ് മസാല ഒന്നും ഇവിടെ ആഡ് ചെയ്യാറില്ല. നോർമലായിട്ട് സാധാരണ രീതിയിലാണ് ഇവിടെ മീൻകറി വെക്കാറുള്ളത്. പക്ഷേ ഇതിന് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൂട്ടിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറണം. അത് മാത്രമല്ല ഈ ചോറുമാറി കുറച്ചും കൂടെ കടും കളറാകും, കുറച്ചും കൂടെ എന്ത് ചെയ്യും, അരപ്പ് നമുക്ക് മൂത്ത് വരണം. ഇത് കണ്ടു, അരപ്പിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഇവിടെ ഇപ്പോൾ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത്.
ഞാൻ നേരത്തെ ഉപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ പ്രാവശ്യം ഉപ്പ് പൊടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഉപ്പ് പൊടി ഇടുവാണ്. എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല, ഉപ്പ് ശരിയാവുമായിരിക്കും. അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് കണ്ടോ, ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് അവിടെ അടപ്പ് വെച്ച് മൂടി. അടപ്പ് ഞാൻ തുറന്നപ്പോൾ തന്നെ നമുക്ക് കാണാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇടേണ്ടത്. ഞാനിതാ ഇവിടെ മീൻ കഷ്ണങ്ങൾ, നമ്മൾ മീൻ കഷ്ണമൊക്കെ ഇടുമ്പോൾ അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട്, അതിൽ കുറച്ച് വെള്ളം വേണം, അതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പെറുക്കി എടുക്കുന്നത് വേണം ഇടാനായിട്ട്. അല്ലെങ്കിൽ ഒരു ബാർ സ്മെല്ല് വരും. അപ്പം ഇതാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോന്നും എടുത്ത് ഇടുക. ഇട്ടത് നന്നായിട്ട് അതിൻ്റെ മുങ്ങി കിടക്കാവുന്ന പോലെ നമ്മൾ തവികൊണ്ടൊന്ന് ഒത്തിയൊന്നും ഇളക്കരുത്, പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ കറക്റ്റാണോ നമുക്ക് നോക്കാം. വെള്ളമൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാകും. നമുക്ക് മൂടി വെക്കാം. ഇതുകൊണ്ട് നമ്മുടെ മീൻകറി അടപ്പൊക്കെ എടുത്ത് 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളിതാ കുറച്ച് പച്ച അടിച്ചാൽ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻകറി വെന്ത് കഴിഞ്ഞാൽ ഒത്തിരിയും കഴിക്കേണ്ട, കുറച്ച് മാത്രം വെച്ച്, ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. ചെറുതായിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ചട്ടി ഇങ്ങനെ ചുറ്റിക്കാറില്ലേ, 2 കൈ പിടിച്ച് ഇതുപോലെ നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കണം. ഇത് കണ്ടോ, നമ്മുടെ മീൻകറി ഇവിടെ ചട്ടി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ മീൻകറി റെഡിയായി.